ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്ത് പറയണു? സുഖമായിരുന്നു? ഞാനും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നൈറ്റ് ഡിന്നറായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വലുതായിട്ടൊന്നുമില്ല, ഒരു ചെറിയ കർണാടക തമിഴ്നാട് സ്റ്റൈലൊക്കെയുള്ള ഒരു ഫുഡാണ്, റൈസ് ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ലെമൺ റൈസ്. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ അതിന് മഞ്ഞച്ചോറ് എന്നറിയപ്പെടും. കാരണം നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ വീട്ടിലെ തട്ടിക്കൂട്ടി പെട്ടെന്ന് നമുക്ക് കറിയൊന്നും നമ്മുടെ അമ്മമാർക്ക് ഉണ്ടാക്കി തരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഈ മഞ്ഞച്ചോറ് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ അത് രണ്ട് ഡിഫറെൻ്റ് ആണ്. അതായത് ഇവിടെയും നമ്മുടെ നാട്ടിലുമായിട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ ലെമൺ റൈസിന് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ്, അതായത് വട്ടത്തിലരിഞ്ഞിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അതിൽ ഞാൻ വട്ടത്തിൽ നല്ല കഴുകി ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒക്കെ കൂടി പുരട്ടി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. കാരണം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് എത്രത്തോളം ടൈം നമ്മൾ അത് ഫ്രിഡ്ജിൽ വെച്ച് മാഗ്നേറ്റ് ചെയ്തെടുക്കും. അതായത് അതിൻ്റെ മസാലയൊക്കെ പിടിക്കണം, അത് അത്രയും നല്ലതാണ്. ഓക്കെ, ആ മസാലയൊക്കെ പാകമായിട്ട് പിടിക്കും. അതിനുശേഷം ഞാൻ പിന്നീട് അരി കുക്കറിലിട്ടു. ഓക്കെ, കുക്കറിൽ പറഞ്ഞ് ഞാൻ 2 ഗ്ലാസ്, ഈ ഗ്ലാസ്സിൽ ഞാൻ ഒരു 1.5 ഗ്ലാസ് അരിയോളമാണ് എടുത്ത് പാകത്തിനുണ്ടാവും 2 പേർക്ക്. ഓക്കെ, നല്ലോണം ഫുഡ് കഴിക്കുന്നവർക്കാണെങ്കിൽ 2 ഗ്ലാസ് എടുക്കാം, ഇല്ല അത്യാവശ്യത്തിനാണെങ്കിൽ ഒരു 1.5 ഗ്ലാസ് എടുത്താൽ മതി. പച്ചരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞാനത് നല്ലോണം കഴുകി 2 വട്ടം കഴുകി കുക്കറിൽ അങ്ങനെ വെച്ചു. അങ്ങനെ ഞാനത് നമുക്ക് അധികം വിസിലൊന്നും, കാരണം പച്ചരിക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അധികം വിസിൽ വിളിപ്പിക്കേണ്ട ആവശ്യമില്ല. 2 വിസിൽ വിളിച്ചതിന് ശേഷം ഫുൾ പ്രഷർ പോണവരെ വിടുക. അപ്പോഴേക്കും ഏട്ടം വന്നു. അപ്പോൾ ഞാൻ താഴേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും വരുമ്പോഴേക്കും ഞാൻ വെന്ത എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാകത്തിനുള്ളത് ഫുള്ള് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലേക്കുള്ള മസാലയിൽ നമുക്ക് ആക്കാം. ഓക്കെ, ആദ്യം ഞാൻ അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ച്, ചീഞ്ചട്ടിയല്ല ഒരു സോസ് പാൻ വെച്ചു, എണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് ആവശ്യത്തിന് പരിപ്പ്, അതിനുശേഷം ഉഴുന്ന്, അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്, അത് ഉഴുന്ന് പരിപ്പൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിടാം. പക്ഷെ കൂടുതലായാൽ ചിലപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇടയിൽ കടിക്കും, അപ്പം നോക്കിയിട്ടിടാം. അതിനുശേഷം അത് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ആയി വരുന്ന സമയം കൊണ്ട് ചെറുതായിട്ട് നമുക്ക് സിമ്മിൽ വെച്ച് ചെയ്യാൻ നോക്കുക, വല്ലാതെ കരിയരുത്. എനിക്ക് പക്ഷേ ചെറുതായിട്ടൊന്ന് കരിഞ്ഞോ എന്ന് സംശയമുണ്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം പാകത്തിന് നിലക്കടല. ഓക്കെ, നിലക്കടല 2 എണ്ണം, അതിൻ്റെ ഇടയിൽ ഞാൻ വറ്റൽമുളക്, അത് ഞാൻ വിട്ടുപോയി, 3-4 വറ്റൽമുളക് എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. ഓക്കെ, ഞാൻ ഇതിൽ പച്ചമുളകും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 3-4 വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കടല ഇടണം, നമ്മുടെ നിലക്കടലയും ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അത് എൻ്റെ പാകത്തിനായിട്ട് ഞാൻ അധികമൊന്നും ഇടാറില്ല, കാരണം റൈസിൽ എടുത്ത് കാണിക്കും നിലക്കടല, എനിക്കത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് നിലക്കടല ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുള്ളൂ. ഇത് മൂത്ത് വരിക, അതായത് ഒരു ഗോൾഡിഷ് കളർ മൂത്ത് വരിക എന്നൊക്കെ പറയുമല്ലോ, അതും ഇതായി കഴിഞ്ഞ ശേഷമാണ് ഞാൻ കടല ഇടുന്നത്. ഇഞ്ചി നമുക്ക് ആവശ്യമുണ്ട്, കാരണം കടലയൊക്കെ ഗ്യാസ് ആണല്ലോ, അതുകൊണ്ട് ഇഞ്ചി നമുക്ക് ഇടുന്നത് നല്ലതാണ്. അത് നല്ല ചോപ്പ് ചെയ്ത് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല കുനുകുനുകുനോന്നരിഞ്ഞിട്ട്. ഓക്കെ, അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം കടല ആവശ്യത്തിന് ബ്രൗൺ ആയതിനു ശേഷം പച്ചമുളക് ഇടാം. പച്ചമുളകും നമുക്ക്, ഞാനൊരു എരിവിനനുസരിച്ച്, എനിക്ക് എൻ്റെ പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകായിരുന്നു, ഒരു പാകത്തിന് എരിവുള്ളൂ. അപ്പോൾ ഞാൻ പച്ചമുളകും യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക്. അതിനിടയിൽ ഒരിതായിട്ടുണ്ട് കേട്ടോ, ഫോൺ എന്തോ ആയി. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, നമ്മുടെ റൈസിന് എത്രത്തോളം മഞ്ഞ കളറാണോ വേണ്ടത് അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉപ്പിടാത്തതുകൊണ്ട് ആവശ്യത്തിന് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊക്കെ ചൂടാറിയതിന് ശേഷം മാത്രമാണ്, അതായത് നമ്മളുടെ ഈ മസാല ഉണ്ടല്ലോ, ഇതൊക്കെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നാരങ്ങ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ മാത്രമേ യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ 1.5 ഗ്ലാസ് അരിക്ക് ഒരു നാരങ്ങ മുഴുവനായിട്ട്, ഒരു മീഡിയം നാരങ്ങ മുഴുവനായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നാരങ്ങയുടെ ഇത് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ഓപ്ഷണലാണ് നമുക്ക് എത്ര എടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനതൊക്കെ ആവശ്യത്തിന് കരിവേപ്പിലയും ചേർക്കേണ്ടതാണ്. എൻ്റെ അടുത്ത് കരിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കരിവേപ്പില ചേർത്തിട്ടില്ല. ഈ ഇത് പാകമായി വരുമ്പോഴേക്കും, അതായത് നമ്മളുടെ ഇതൊക്കെ ഒന്ന് പാകമായി വരുമ്പോഴേക്കും നമ്മുടെ ചോറ് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ ചോറ് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് പാകത്തിന് ഇളക്കിയെടുത്താൽ നമ്മുടെ നല്ല ലെമൺ റൈസ് അവിടെ റെഡിയാവും.
ഓക്കെ, നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം പാകമായിരുന്നു, അതായത് ഉപ്പും എരിവും ഒക്കെ പാകത്തിന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലെമൺ റൈസ് നന്നായിട്ട് എനിക്ക് റെഡിയായി കിട്ടി. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് വേണ്ടത്, ഞാൻ നേരത്തെ അവിടെ ഉരുളൻകിഴങ്ങ് മാറ്റി വെച്ചത്. ഓക്കെ, ഉരുളൻകിഴങ്ങ് എത്രയാണോ പാകത്തിന് എടുത്ത് വെച്ചത്, ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, ഇതൊക്കെ ഞാൻ എടുത്ത് വറക്കാൻ പോവാണ്. പിന്നെ ഞാൻ റൈസ് ഒട്ടും കളയാറില്ല, നല്ല തൂർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ റൈസ്. ഓക്കെ, കുറച്ച് ലെങ്തായി പോയോന്ന് എനിക്ക് സംശയം. ഓക്കെ, അതുകൊണ്ടാണ്, ഒന്നും തോന്നരുത്. ഓക്കെ, അപ്പം ഞാനിതൊക്കെ പാകമാക്കി വെച്ച് ചോറൊക്കെ ശ്രദ്ധിച്ചിളക്കണം കേട്ടോ. ശ്രദ്ധിച്ചിളക്കിയില്ലെങ്കിൽ പുറത്ത് പോകാൻ, കാരണം എൻ്റെ ചെറിയ പാത്രമാണ് എടുത്തത്. ഓക്കെ, ലെമൺ റൈസ് പാകത്തിന് ഞാൻ ഇത് കൊത്തമല്ലിയുടെ ഇലയാണ് ലാസ്റ്റ് തോന്നുന്നു, നന്നായിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം ഞാൻ നേരെ അടുപ്പത്ത് ഈ ചോറൊക്കെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതേ ഇതിൽ ഞാൻ ആ സോസ്പാനിൽ തന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഉരുളൻകിഴങ്ങ് വറുത്തെടുത്തു. എനിക്ക് ഉരുളൻകിഴങ്ങ് വറുത്തത് പൊതുവേ ഇഷ്ടമാണ് കേട്ടോ. നന്നായിട്ട് ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട് ഉരുളൻകിഴങ്ങൊക്കെ. അതിനുശേഷം എനിക്ക് വേറെ കുറച്ച് പണികളും കൂടി ഉണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ എൻ്റെ വീട്ടിലത്തെ ഞാൻ പെട്ടെന്നൊക്കെ പണികൾ തീർക്കുന്ന ആളാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓരോ തിരക്കിൻ്റെ ഇടയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. ഇത് ആവശ്യത്തിന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉരുളൻകിഴങ്ങ് വറുത്തത് ഇതെനിക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. അതേപോലെ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഈ ഉരുളൻകിഴങ്ങ് വറുത്തത്. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, നമുക്ക് ഇന്നതിൻ്റെ കൂടെ എന്ന് മാത്രമില്ല, വേണമെങ്കിൽ ലെമൺ റൈസിൻ്റെ കൂടെ കഴിക്കാം, തൈർ സാദത്തിൻ്റെ കൂടെ കഴിക്കാം, അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ അതൊക്കെ ഞാൻ വറുത്തെടുത്തു. പിന്നെ പാല് കൊണ്ടുവരുന്നു. ഞാൻ പാല് കൊണ്ടുവന്നാൽ ഇങ്ങനെ വലിയൊരു പാത്രത്തിൽ കാച്ചി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഓക്കെ, ഒരു ആഴ്ചക്കോളം ഉള്ളത്. അതിനുശേഷം ഇതാ ചെറിയ ഉള്ളിയൊക്കെ വെട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് അച്ചാറൊക്കെ ആയിട്ട് നല്ലോണം ഫുഡൊക്കെ കഴിച്ച്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.